ബി.ജെ.പി. CPM ഡീലാണ് കേരളത്തിൽ എന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം കത്തുമോ എന്നുള്ളതാണ് ചോദ്യം. മധു, ഡീൽ കത്തുമോ എന്നുള്ളതല്ല, ആരോപണം എന്തായാലും വലിയ തോതിൽ ഇന്നു കത്തി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണങ്ങളും കൊടുക്കൽ വാങ്ങലുകളും ഒക്കെയാണ്. ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഡീൽ ഉണ്ടായിട്ടില്ല എന്നൊരഭിപ്രായം ഈ പാനലിലുള്ള ആർക്കുമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം സുനിൽ സാർ നേരത്തെ പറഞ്ഞതുപോലെ കോലീബി സഖ്യം എന്ന് കേട്ട് ഒരു 10-25 വർഷത്തിനിടയിൽ കേൾക്കാത്ത അല്ലെങ്കിൽ കേട്ട് വളരാത്ത രാഷ്ട്രീയ വിദ്യാർത്ഥികൾ ആരുമില്ല എന്ന് വിചാരിക്കുന്നു. എന്നിട്ട് എന്താ ഉണ്ടായത്? KG മരാർ പുസ്തകത്തിൽ പറയുന്നുണ്ട്, രാഷ്ട്രീയത്തിലെ സ്നേഹസാഗരം അല്ലേ, അതിൽ പറയുന്നുണ്ട് കൃത്യമായി എങ്ങനെയാണ് ഈ പറയുന്ന പോലെ കൂടിയിരുന്ന് ചർച്ചകൾ നടന്നത്. ലീഗ് ഒരിക്കലും BJP-യുമായി അങ്ങനെ ഒരു ചർച്ച നടക്കുമോ എന്ന ആശങ്കകളുണ്ടായിരുന്നു. പക്ഷേ അത് ഉണ്ടായി. അതിന് കെ കരുണാകരൻ, നോക്കൂ, കെ കരുണാകരൻ അങ്ങനെ ഒരു സഖ്യത്തിൽ വളരെ നിർണായകമായ ചുവടുവെപ്പെടുത്തു. പക്ഷെ എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്താണ് കോലീബിയുടെ അന്ത്യം എന്ന് പറയുന്നത്? സത്യസന്ധത കാണിച്ചു, കോൺഗ്രസ് ലീഗും വലിച്ചു. ഓക്കെ, പക്ഷെ ആർക്കാണ് വിജയം ഉണ്ടായത് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള സഖ്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായി തീരുമാനിക്കുന്നത് ആരാണ്? നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് അണ്ടിപ്പരിപ്പ് കുറച്ച് ചർച്ച നടത്തിയാലൊന്നും ജനം വോട്ട് ചെയ്യില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ കേരളത്തിലെ രാഷ്ട്രീയം അത്രത്തോളം കാണുകയും കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണല്ലോ. അപ്പോൾ ആ നിലയ്ക്കല്ല ജനം വോട്ട് ചെയ്യുന്നത് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി പാലക്കാട്ട് ഡീലോ എന്നുള്ളതാണ്. പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം 3 മുന്നണികൾക്കും അതിനിർണായകമായ മണ്ഡലമാണ്. തീപ്പൊരി പാറുന്ന മത്സരമാണ് കഴിഞ്ഞതിൻ്റെ മുൻപത്തെ തവണയും 2021-ലും ശേഷം 2024 നടന്ന ഉപതെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടത്. അവിടെ ആരാണ് പണിയെടുക്കാതിരുന്നത്? പിന്നെ BJP-യുടെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പണി ഉണ്ടായത് എന്നുള്ളത് സത്യമാണ് കഴിഞ്ഞ തവണ. കാരണം കൃഷ്ണകുമാർ ആയിരുന്നല്ലോ സ്ഥാനാർത്ഥി. സ്വാഭാവികമായും അങ്ങനെ അത് ഇത്തവണയും അവിടെ പ്രതീക്ഷിക്കാം. എന്തുകൊണ്ടാണ്? ശോഭാ സുരേന്ദ്രനാണ് അവിടെ കാൻഡിഡേറ്റ് ആവുന്നത്. എങ്ങനെയാണ് അവിടുത്തെ സംഘടനാ സംവിധാനം, BJP-യുടെ അവിടുത്തെ സംഘടനാ സംവിധാനം ശോഭാ സുരേന്ദ്രനെ ഇക്കാലം അത്രയും കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഇത്തവണ ഒരു പക്ഷേ അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ BJP-ക്ക് വലിയ തോതിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഇടം തന്നെയാണ്. ഇവിടെ ഈ ഡീൽ എന്ന ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ അങ്ങനെ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാനുള്ള ഗ്രൗണ്ട് എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? കഴിഞ്ഞ തവണ സരിൻ രാഷ്ട്രീയ പാർട്ടി മാറി വരുന്നു. സരിന് വേണ്ടി അവിടുത്തെ സംഘടനാ സംവിധാനം മുഴുവനും പണിയെടുക്കുന്നു. ഏത് സരിന് വേണ്ടിയാ? ഇത്രയും കാലം നിരന്ന് നിന്ന് CPM-കാർ ചീത്ത വിളിക്കുകയും സൈബർ ഇടത്ത് വലിയ പോര് നടത്തുകയും ചെയ്ത അതേ സരിനു വേണ്ടി വലിയ പ്രവർത്തനം നടത്തുകയാണ്. അത്രമേൽ ഈ പറയുന്ന പാർട്ടിക്ക് വേണ്ടിയിട്ട് അവിടെ നേതാക്കളില്ലാഞ്ഞിട്ടാണോ? DYFയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ അവിടെ ഇല്ലേ? CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളില്ല. അവരൊക്കെ മാറി നിന്ന് സരിൻ വരുന്നു, മത്സരിക്കുന്നു. 2000 വോട്ടിന്റെ വ്യത്യാസമാണ് അവിടെ C കൃഷ്ണകുമാറും P സരിനും തമ്മിലുള്ളത്. 39,000 വോട്ട് കൃഷ്ണകുമാറിനും 37,000 വോട്ട് P സരിനും. 18,000 വോട്ടിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ജയിക്കുന്നത്. 18,840 വോട്ടിനാണ് ജയിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നിന്ന ഒരു മണ്ഡലത്തിൽ ഇത്തവണ പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി നിൽക്കുന്നില്ല. ഇനി പാലക്കാടിൻ്റെ ഒരു ചരിത്രം നോക്കൂ. പാലക്കാട് കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലമാണോ? അല്ല. 57 മുതൽ 67 വരെ അത് കോൺഗ്രസിൻ്റെ ഒപ്പം നിൽക്കുന്നു. പിന്നീടുള്ള 10 വർഷക്കാലം CPM-ന്റെ കൂടെ നിൽക്കുന്നു. പിന്നീട് സുന്ദരം വന്നപ്പോൾ അത് ഈ PSP, പിന്നീട് കുറച്ചു കാലം കോൺഗ്രസ്. ഇങ്ങനെ മാറി മാറി നിൽക്കുകയാണ്. ഷാഫി പറമ്പിൽ എന്നാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായോ അപ്പോൾ തൊട്ടാണ് തുടർ വിജയങ്ങൾ ഉണ്ടാകുന്നത്. കഴിഞ്ഞ തവണ പാർട്ടി CPM-ന്റെ സ്ഥാനാർത്ഥി വരുന്നു. അപ്പോൾ ഒരു മത്സരത്തിനുള്ള ഗ്രൗണ്ടൊക്കെ ഉണ്ടെന്ന്. ഇത് എഴുതി കൊടുത്ത മണ്ഡലമൊന്നുമല്ലല്ലോ. അപ്പോൾ അവിടെ എന്നിട്ട് പാർട്ടി സ്ഥാനാർത്ഥി വരുന്നില്ല. ഈ പറയുന്ന NMR റസാഖ് എന്ന് പറയുന്ന ഒരു സ്വതന്ത്രൻ അവിടെ വരികയാണ്. എന്തുകൊണ്ടാണ്? ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ CPM ഈ കാലയളവിൽ നടത്തിയൊരു പോരാട്ടം ഒന്ന് ആലോചിച്ച് നോക്കൂ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസുകൾ വരുന്നുണ്ട്. രാഹുൽ ഈ കേസും വിവാദത്തിനൊക്കെ മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാണ്. ഡയറക്റ്റ് പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുകയാണ് CPM-ഉം രാഹുലും തമ്മിൽ. പിന്നെ വലിയ വിവാദങ്ങൾ വരുന്നു. രാഹുലിനെ കോൺഗ്രസ് കൈയൊഴിയുന്നു, മാറ്റി നിർത്തുന്നു. രാഹുലിനെതിരെ വലിയ ആരോപണങ്ങൾ വരുന്നു. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് ഉണ്ടാകില്ല എന്ന കൃത്യമായ തീരുമാനം പ്രതിപക്ഷ നേതാവ് എടുക്കുന്നു. പക്ഷേ അപ്പോഴും ഡയറക്റ്റ് പൊളിറ്റിക്കൽ ഫൈറ്റ് നടന്ന ഒരു മണ്ഡലത്തിൽ പാർട്ടി ചിഹ്നത്തിൽ ഒരു കാൻഡിഡേറ്റിനെ നിർത്തുന്നില്ല. അതിനു പകരം NMR റസാഖ് വരികയാണ് എന്നുള്ളതാണ്. അപ്പുറത്ത് നിൽക്കുന്ന ആരാ? ശോഭാ സുരേന്ദ്രൻ നിന്ന മണ്ഡലങ്ങളിലെല്ലാം തന്നെ വോട്ട് വർദ്ധിപ്പിച്ചിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി. ആ വോട്ടെല്ലാം പോയിരിക്കുന്ന എവിടെ നിന്നാണെന്നറിയാമോ? CPM-ൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി അവിടെ വരുമ്പോൾ CPM-ന് സ്വന്തമായ ഒരു സ്ഥാനാർത്ഥി, പാർട്ടി സ്ഥാനാർത്ഥി പോലും നിൽക്കുന്നില്ല എന്നിടത്താണ് കോൺഗ്രസ് ഈ ആരോപണം മുന്നോട്ട് വെക്കുന്നത്. നടപ്പിലാവുന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. കോൺഗ്രസ് ആരോപണം മുന്നോട്ട് വെക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ്. ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങൽ 2014 മത്സരിച്ചപ്പോൾ 90,000 വോട്ടാണ്. 2019 മത്സരിച്ചപ്പോൾ 2,48,000 വോട്ടാണ്. ഇരട്ടിയാണോ വർദ്ധിപ്പിച്ചത്? അല്ല. 14% വോട്ട് ശോഭാ സുരേന്ദ്രൻ കൂട്ടിയപ്പം അതിൽ 13% വോട്ട് CPM-ൻ്റെയാണ്. ഇനി 2019 ആലപ്പുഴയിൽ മത്സരിച്ചപ്പോൾ 1,87,000 വോട്ടാണ്.
2024 ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ എത്ര വോട്ടെന്നറിയാമോ? 2,99,000 വോട്ടാണ്. ആരിഫിന്റെ വോട്ട് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ആ വോട്ടാണ് അവിടെയും 11% വോട്ട് വർധനയുണ്ടാകുന്നത്. ഇങ്ങനെയുള്ള ഒരു കാൻഡിഡേറ്റ് CPM വലിയ രാഷ്ട്രീയ പോരാട്ടം നടത്തുന്ന പാലക്കാട്ട് മണ്ഡലത്തിലേക്ക് വരുമ്പോൾ അവിടെ പാർട്ടിക്ക് ഒരു സ്ഥാനാർത്ഥി ഇല്ല എന്ന് വരുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷം ഈ ആരോപണം ഉന്നയിക്കും. അങ്ങനെ 2 ഗ്രൗണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ആരോപണം ഉന്നയിക്കപ്പെടുന്നത്. ഇനി നേരത്തെ ഈ മണ്ഡലത്തിൻ്റെ ചരിത്രം ഞാൻ പറയുകയും ചെയ്തു. ഷാഫി പറമ്പിൽ മത്സരിച്ചപ്പോൾ തന്നെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, മെട്രോമാൻ അവിടെ നിൽക്കുന്നു. എന്തൊരു പുരിഞ്ഞ പോരാട്ടമായിരുന്നു അത്. കോവിഡിൻ്റെ കാലമൊക്കെ ആയിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അതിൻ്റെ ഫൈനലിലേക്ക് പോകുന്ന സമയത്ത് കേരളം മുഴുവൻ ഉറ്റുനോക്കി നിന്നത് ആ മണ്ഡലത്തിലേക്കാണ്. അന്ന് 3000 വോട്ടിന് ഷാഫി പറമ്പിൽ ജയിച്ചപ്പോൾ കൈയടിച്ചത് ആരൊക്കെയാ? CPM കൈയടിച്ചില്ലേ? CPM കൈയടിച്ചു. കാരണം അന്ന് BJP അവിടെ ജയിച്ചേക്കും എന്ന് വിചാരിച്ചു. ഒരു മണ്ഡലത്തിൽ BJP ജയിക്കുന്നു എന്ന് എല്ലാവരും വിചാരിച്ചിരുന്നപ്പോഴാണ് 3000 വോട്ടിൻ്റെ മാത്രം ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ ജയിക്കുന്നത്. അന്ന് ഇത്രയും വലിയ രാഷ്ട്രീയ വൈരനിര്യാതന ബുദ്ധിയൊന്നും ഷാഫിയും CPM തമ്മിലില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. വടകര പോരാട്ടമൊക്കെ ഇത് വലിയൊരു വൈരാഗ്യത്തിലേക്കൊക്കെ വന്നത്. അപ്പോൾ അന്ന് BJP തോൽപ്പിച്ച ഒരാൾ എന്ന ഒരു പ്രതീതി ഷാഫി പറമ്പിൽ അനുകൂലമായി ഉണ്ടാവുകയാണ്. അവിടെ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കാൻ വരുന്നു. ഷാഫിയുടെ നോമിനി എന്ന നിലയ്ക്ക് വരുന്നു. അതിനിടയ്ക്കാണ് ഈ വടകര പോരാട്ടം നടക്കുന്നത്. 18,000 വോട്ടിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുന്നു. ആ മണ്ഡലത്തിൽ 11,000 വോട്ടാണ് BJPക്ക് മെട്രോമാനുമായുള്ള മത്സരം കഴിഞ്ഞതിന് ശേഷം C കൃഷ്ണകുമാർ നിൽക്കുമ്പോൾ കുറയുന്നത്. ആ 18,000 ആ വോട്ട് പ്ലസ് അവിടെ കൂടിയ വോട്ട്, അതാണ് 58,000 വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് സമാഹരിക്കാൻ കഴിയുന്നത്. ശരിയാണ്, ഒരു പേപ്പർ തിൻ വ്യത്യാസം മാത്രമേ C കൃഷ്ണകുമാറും സരിനും തമ്മിലുള്ളതെങ്കിൽ കോൺഗ്രസിന് വലിയ വ്യത്യാസം അവിടെയുണ്ട്. ആ വലിയ വ്യത്യാസം ഉണ്ടാവാനുള്ള കാരണം, അതായത് BJPക്ക് കുറഞ്ഞ 6.7% രാഹുലിന് കൂടിയത് 6.21% വോട്ടാണ്. 1% വോട്ടോ മറ്റോ ആണ് CPMന് കുറഞ്ഞിരിക്കുന്നത്. ആ ഇടത്ത് ഒരു സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്നിടത്താണ് ഈ ഡീൽ ആരോപണം ഉണ്ടാകുന്നത്. ഡീൽ ഉണ്ടാകുന്നതെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല, പക്ഷെ ആരോപണം ഉണ്ടാകുന്നത്. Meet the editors.